അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു മനുഷ്യരോട് മൊത്തത്തിൽ എന്താ കൽപ്പന? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു തആല മനുഷ്യരോട് അവനെ ആരാധിക്കാനല്ലാതെ കൽപ്പിച്ചിട്ടില്ല. എങ്ങനെ? മുഖ്ലിസീന, നിഷ്കളങ്കരായി അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഒരു കൽപ്പനയും അല്ലാഹ് പറഞ്ഞിട്ടില്ല. യഥാർത്ഥ സന്മാർഗം നേടുന്ന മനുഷ്യന്റെ അടയാളം പറയുന്നുണ്ട്. അല്ലദീന ആമനു, സത്യവിശ്വാസം ശരിയാവണ്ണം സ്വീകരിച്ച ആളുകളായിരിക്കും. വലം യൽബിസു ഈമാനഹും ബിളിൽമിൻ, അവരുടെ ഈമാനിൽ ഒരു തരിമ്പ് പോലും അക്രമം കടന്നു വരാത്തവരായിരിക്കും. ഈമാനിൽ അക്രമം കടന്നു വരിക എന്ന് പറഞ്ഞാൽ ശിർക്ക് കലരുക എന്നതാണ്. ഉലൈക ലഹുമുൽ അംൻ, ആ നിലക്ക് ശിർക്ക് കലരാത്ത ഈമാനുള്ള മനുഷ്യർക്കാണ് നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയുക. അവർ ഏലസിൽ അഭയം പ്രാപിക്കില്ല. അവർ മഖാമുകളിൽ ചെന്ന് സങ്കടങ്ങൾ പറയില്ല. അവർ ദർഗകളിൽ ഉറൂസുകളിൽ ചെന്നുകൊണ്ട് അവരുടെ പ്രാർത്ഥനകളായിക്കൊണ്ട് അവിടെ നിന്ന് ചെന്ന് മഹാന്മാരോട് ശൈഖുമാരോട് പോയി പറയില്ല. ഉലൈക ലഹുമുൽ അംൻ, അത്തരം ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അത്തരം ആളുകളാകുന്നു നേർമാർഗം പ്രാപിച്ച ആളുകൾ. ഈമാൻ ശരിയാക്കുക എന്ന പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ശിർക്ക് സംഭവിക്കാതെ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥമായ ഇസ്ലാമിന്റെ വക്താക്കളുടെ അടയാളം പറയുന്നതും അതാണ്. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിനെ ശരിക്ക് വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാഹ് കാണുന്ന പോലെ ഇന്ന ശൈഖ് കാണുമെന്ന് അവർ വിശ്വസിക്കൂല. അല്ലാഹ് പടച്ചോനായ പോലെ ഇന്നയാള് പടച്ചോനാന്നവർ വിശ്വസിക്കൂല. അല്ലാഹു പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന പോലെ ഇന്നയാട്ടിലെ ഇന്നയാള് മരിച്ച അയാൾ ഉത്തരം നൽകുമെന്ന വിശ്വാസം അവർക്കുണ്ടാവില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹനെ ശരിക്ക് ഉൾക്കൊണ്ടവരാണ്. വറസൂലിഹി, റസൂലിനെയും ശരിക്ക് വിശ്വാസം അർപ്പിച്ച, ശരിയായ രൂപത്തിൽ പ്രവാചകനെ അംഗീകരിച്ച് സ്നേഹിച്ച് വിശ്വാസത്തോടെ പിൻപറ്റുന്നവരാണ്. തുമ്മലം യർതാബു, പിന്നെ ഒരിക്കലും സംശയിച്ചു നിൽക്കാത്തവരാണ്. അതാണോ ശരി, ഇതാണോ ശരി, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരല്ല, സംശയം തീർക്കുന്നവരാണ്. പിന്നെയോ വജാഹദു ബി അംവാലിഹിം, സമ്പത്ത് കൊണ്ട് ധർമ്മസമരം ചെയ്യുന്നവരാണ്. നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് കൊണ്ട് പള്ളികളെ പരിപാലിക്കുക, നമ്മുടെ സമ്പത്ത് കൊണ്ട് പാവങ്ങളെ സഹായിക്കുക, നമ്മുടെ സമ്പത്ത് കൊണ്ട് കുടുംബത്തിനെ സംരക്ഷിക്കുക, അതൊരു വലിയ ജിഹാദാണ്.